ഹലോ, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പം 5 മണിയാകാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും തയ്യാറാക്കാം. രാവിലെ തന്നെ അരി അടപ്പിടുകയാണ്. സാമ്പാറാണ് ഇന്നുണ്ടാക്കുന്നത്. സാമ്പാറും ദോശയും. സാമ്പാറിനുള്ള കഷ്ണമൊക്കെ അരിയുകയാണ്. സാമ്പാറും ദോശയും. അപ്പോൾ നമുക്ക് സാമ്പാറും ദോശയും രാവിലെ, ഉച്ചയ്ക്ക് സാമ്പാറും കാബേജ് തോരൻ വെക്കുന്നുണ്ട്, മീൻ വറക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അതാണ്. രാവിലെ നമ്മൾ സാമ്പാർ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയാൽ ഉച്ചയ്ക്ക് കൂടെ ഓടിക്കാൻ പറ്റും. അത് നല്ലൊരിതാണ്. സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം അരിഞ്ഞു അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. വെന്ത് കഴിയുമ്പം സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കടുക് പൊട്ടിച്ച് മസാല ചേർക്കുക. നമ്മൾ എടുക്കുന്ന പാത്രം അന്നേരം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിടന്ന് ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യം പാത്രം കഴുകുന്നതാണ്. ഞാൻ അന്നേരം എടുക്കുന്ന അന്നേരം കഴുകി വെക്കും. സാമ്പാർ അവിടെ നിന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് കാബേജ് അരിഞ്ഞെടുക്കാം. ചോപ്പർ അങ്ങ് പന്നലായി പോയോണ്ട് അരിച്ചിലൊക്കെ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മുടെ കുക്കറിൽ 2 ചൂളം വിളിച്ചു. ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ക്യാബേജ് എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. തേങ്ങ തിരുപ്പുണ്ടായിരുന്നു. തികഞ്ഞില്ലെങ്കിൽ ഇനിയും പൊട്ടിച്ച് തിരുമ്മേണ്ടി വരും. തേങ്ങ മിക്സ് ചെയ്ത് നോക്കി തികയത്തില്ല. തേങ്ങ കുറവായാലും ടേസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ പൊട്ടിച്ച് തിരുമിയാലേ പറ്റൂ.
ചോറെല്ലാം പൊരിച്ച് വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. സമയം ഇപ്പം 6:30 ആയതേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.